കൊല്ലം കൊട്ടാരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം. ഹൈന്ദവ വിശ്വാസങ്ങൾ വിട്ട് ഇസ്ലാമാകണമെന്നും പൊന്നാനിയിലേക്ക് പോകണമെന്നും പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. നിരന്തരമായ ഭീഷണിയെ തുടർന്ന് ഭീതിയിലാണെന്ന് പെൺകുട്ടിയും കുടുംബവും ജനം ടിവിയോട് പറഞ്ഞു. ജനം എക്സ്ക്ലൂസീവ്. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി, പിന്നെ അത് റിലേഷനിലോട്ട് പോയി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞെന്ന് ഞാൻ മതം മാറി ചെന്നേ പറ്റൂ. ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ആ ഒരു സംസാരം വരുമ്പോഴേ ഞാനങ്ങ് വഴിതിരിച്ച് വിടുകയായിരുന്നു ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ പറയും പൊന്നാനിയിൽ സത്യസരണയിൽ കൊണ്ടുപോകും എന്നെ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോകരുത്, തട്ടിടണം, പൊട്ടിടരുത്, കുറിയിടരുത്. ഞാൻ എന്തോ പൊട്ടോ കുറിയോ എന്തോ ഇട്ട് എന്തോ പോസ്റ്റ് ചെയ്യുക എന്തോ ചെയ്ത് ഉടനെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നെ കൊണ്ട്. നീ പൊട്ടിടുന്നതും കുറിയിടുന്നതും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്നുണ്ട് നിനക്കൊന്നും തോന്നരുത്, എനിക്ക് നീ പൊട്ടും കുറിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെൻ്റെ കണ്ണിന് മുന്നിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആലപ്പുഴയിലുള്ളൊരു ജോബി, അയാളാണ് കൊച്ചിനെ അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ജോബി ആരാണെന്ന് എനിക്കറിയത്തില്ല, മോള് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അയാൾക്ക് ഈ പയ്യന് അയാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആലപ്പുഴക്കാരനാണെന്നും അയാളുടെ വീട്ടിൽ കൊണ്ട് നിർത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജോബിയുടെ ക്യാരക്ടർ ഇവള് തന്നെ പറയുന്നു മോശം ക്യാരക്ടറാണ്, അങ്ങനെ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഈ പയ്യൻ്റെ സഹോദരിക്ക് എൻ്റെ മോളുടെ പ്രായമാണ്. അപ്പം ഇവൾക്ക് 18 ആകുമ്പോൾ ആ കൊച്ചിനും ആവും. അപ്പോഴത്തേക്കും ഇവൾ കൂടെ ചെല്ലുവാണെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. മതം മാറിക്കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനും നല്ലൊരു വീട് വെക്കാനുമെന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കൊല്ലം കൊട്ടാരക്കരയിലാണല്ലോ ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പെൺകുട്ടിയും വീട്ടുകാരും വ്യക്തമാക്കുന്നത്? ിലൂടെയാണ് പഴയ പരിചയം പുതുക്കാനെന്ന പേരിൽ ഈ പെൺകുട്ടിയുമായി യുവാവ് പിന്നീട് പ്രണയത്തിലാകുന്നത്. ഈ പ്രണയത്തിലായതിനു ശേഷം പലതവണ മതം മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതായത് ഈ കുട്ടിയോട് പൊട്ടിടരുത്, അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ പോകരുത് എന്നൊക്കെ യുവാവ് പറയുമായിരുന്നു. ഇതൊക്കെ ആദ്യം പെൺകുട്ടി ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അതിലേക്ക് പെൺകുട്ടി പോകുമായിരുന്നു. അതായത് അമ്മ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കുട്ടിയെ വിളിക്കുമ്പോൾ കുട്ടി പോകില്ല. പിന്നീട് ഈ തട്ടമൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ അതോടൊപ്പം വീഡിയോസൊക്കെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഇതൊക്കെ തന്നെ പിന്നീട് നിരന്തരമായിട്ടുള്ള യുവാവിൻ്റെ ഭീഷണി കാരണം ഈ കുട്ടി അമ്മയോട് തുറന്നു പറയുകയാണ്. അതായത് നിരന്തരമായി തന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ സത്യസരണിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഈ കുട്ടിയെ നിരന്തരമായി ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അത് ഭീഷണിയായി മാറി. ഈ ഭീഷണിയായി മാറിയപ്പോഴാണ് കുട്ടിക്കത് കൂടുതൽ ഭയം തോന്നിയത്. പിന്നീട് അമ്മയോട് തുറന്നു പറഞ്ഞപ്പോഴാണ് മറ്റ് നടപടികളിലേക്ക് കടന്നത്. അമ്മ ഈ കുട്ടി എഴുതി വെച്ചിരുന്ന ഒരു ബുക്ക് ശ്രദ്ധിച്ചു. ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ കണ്ട് അമ്മ ഞെട്ടിപ്പോയി. പിന്നീടാണ് ഈ കുട്ടിയോട് കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പരാതിപ്പെടുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ കൊട്ടാരക്കര പോലീസ് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതായത് ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് പരാതി നൽകുകയായിരുന്നു. എന്തായാലും കേരളത്തിലാണ്, കൊല്ലം ജില്ലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ കുട്ടി, അതായത് ഈ യുവാവിനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് കാരണം പൂയപ്പള്ളി പോലീസിൽ ആ കുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ സംഭവം ഉൾപ്പെടെ ഈ പെൺകുട്ടി അറിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. പിന്നീട് പോലീസിനെ സമീപിച്ചതറിഞ്ഞ് ഈ കുടുംബത്തെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ കുട്ടികൾക്കിടയിൽ പോലും ഇത്തരത്തിൽ ഈ മതം മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു, അതിനുവേണ്ടി സഹായിക്കാൻ ചിലരുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരോട്, അതായത് സാധാരണ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്ന് ആ കുട്ടി വിചാരിച്ചു. പക്ഷേ പിന്നീട് അത് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങിയപ്പോഴാണ് ആ കുട്ടി ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. എപ്പോഴും ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ യുവാവ് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് അറിയുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതാണ്. എന്നാൽ പല ഉദാഹരണങ്ങളും പറഞ്ഞ് ഈ കുട്ടിയെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് മറ്റ് 2 വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് 2 വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു സ്ഥലത്ത് പോവുകയും പിന്നീട് അത് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ഭയങ്കരമായി ഭീതിപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ നിന്നെയും ചെയ്യുമെന്നുള്ള ആ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. പിന്നീട് നിരന്തരം നേരിട്ട് വന്ന് ഈ യുവാവ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും അതോടൊപ്പം തന്നെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് ഈ കുട്ടിയെ പരസ്യമായി അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അമ്മയിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞ വിവരം, അതായത് മറ്റു ജില്ലകളിലടക്കം ഈ യുവാവിന് പരിചയക്കാരുണ്ട്. അവിടെ നിന്ന ശേഷം ഈ പൊന്നാനിയിലേക്ക് പോകാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അമ്മ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. സാധാരണയായി കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലേക്ക്, അതായത് ഈ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് തന്നെ ഇത്തരത്തിൽ സംഭവങ്ങൾ അതാണ് മനോജ്, സ്കൂൾ കുട്ടികളാണ് ഇത്തരത്തിൽ ഈ കുട്ടിയോട് പ്രണയം നടിക്കുന്നു എന്ന് മാത്രമല്ല